വെൽക്കം ടു SJA² അക്കാഡമി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അധ്യായത്തിലേക്ക് പോവാം. അധ്യായം 3, മനഃശാസ്ത്ര ശാഖകൾ, ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി. മനഃശാസ്ത്രത്തെ പ്രധാനമായും കേവല മനഃശാസ്ത്രം, അതായത് പ്യുവർ സൈക്കോളജി, പ്രയുക്ത മനഃശാസ്ത്രം, അപ്ലൈഡ് സൈക്കോളജി എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. കേവല മനഃശാസ്ത്രം തത്വങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും പ്രാധാന്യം നൽകുകയും പ്രയുക്ത മനഃശാസ്ത്രം പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായി പ്രായോഗിക തലത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. അതായത് കേവല മനഃശാസ്ത്രം എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? തത്വങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും. പ്രയുക്ത മനഃശാസ്ത്രം പ്രായോഗിക തലത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് കേവല മനഃശാസ്ത്രം, പ്യുവർ സൈക്കോളജിയിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സാമാന്യ മനഃശാസ്ത്രം, ജനറൽ സൈക്കോളജി. സെക്കൻഡ് വൺ അപസാമാന്യ മനഃശാസ്ത്രം, അബ്നോർമൽ സൈക്കോളജി. തേർഡ് വൺ സാമൂഹിക മനഃശാസ്ത്രം, സോഷ്യൽ സൈക്കോളജി. ഫോർത്ത് വൺ പാരമ്പര്യ മനഃശാസ്ത്രം, ജനറ്റിക് സൈക്കോളജി. ഫിഫ്ത്ത് വൺ ശിശു മനഃശാസ്ത്രം, ചൈൽഡ് സൈക്കോളജി. സിക്സ്ത് വൺ താരതമ്യ മനഃശാസ്ത്രം, കമ്പാരിറ്റീവ് സൈക്കോളജി. സെവൻത് വൺ ശാരീരിക മനഃശാസ്ത്രം, ഫിസിയോളജിക്കൽ സൈക്കോളജി. എയ്ത്ത് വൺ ആജീവനാന്ത വികാസ മനഃശാസ്ത്രം, ലൈഫ് സ്പാൻ ആൻഡ് ഡെവലപ്മെന്റൽ സൈക്കോളജി. ഇത്രയാണ് കേവല മനഃശാസ്ത്രം, പ്യുവർ സൈക്കോളജിയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ പ്രയുക്ത മനഃശാസ്ത്രം, അപ്ലൈഡ് സൈക്കോളജിയിൽ വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, എഡ്യൂക്കേഷണൽ സൈക്കോളജി. സെക്കൻഡ് വൺ ചികിത്സ നൈദാനിക മനഃശാസ്ത്രം, ക്ലിനിക്കൽ കൗൺസിലിംഗ് സൈക്കോളജി. തേർഡ് വൺ വ്യാവസായിക മനഃശാസ്ത്രം, ഇൻഡസ്ട്രിയൽ സൈക്കോളജി. ഫോർത്ത് വൺ സൈനിക മനഃശാസ്ത്രം, മിലിറ്ററി സൈക്കോളജി. ഫിഫ്ത്ത് വൺ ക്രിമിനൽ മനഃശാസ്ത്രം, ക്രിമിനൽ സൈക്കോളജി. സിക്സ്ത് വൺ പരിസര മനഃശാസ്ത്രം, എൻവയോൺമെന്റൽ സൈക്കോളജി. സെവൻത്ത് വൺ നാഡീ മനഃശാസ്ത്രം, ന്യൂറോ സൈക്കോളജി. എയ്ത്ത് വൺ കായിക മനഃശാസ്ത്രം, സ്പോർട്സ് സൈക്കോളജി. അപ്പൊ ഇത്രയാണ് പ്രയുക്ത മനഃശാസ്ത്രം, അപ്ലൈഡ് സൈക്കോളജിയിൽ വരുന്നത്. ഇനി നമുക്ക് 2 മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ കേവല മനഃശാസ്ത്രം, ഓപ്ഷൻ ബി പ്രയുക്ത മനഃശാസ്ത്രം, ഓപ്ഷൻ സി പാരമ്പര്യ മനഃശാസ്ത്രം, ഓപ്ഷൻ ഡി സാമാന്യ മനഃശാസ്ത്രം. അപ്പൊ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണ്? പ്രായോഗിക തലത്തിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ അതെന്താണ്? ഓപ്ഷൻ ബി ആണ് പ്രയുക്ത മനഃശാസ്ത്രം. ഇനി സെക്കൻഡ് വൺ പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, ഓപ്ഷൻ ബി അപസാമാന്യ മനഃശാസ്ത്രം, ഓപ്ഷൻ സി ചികിത്സാ മനഃശാസ്ത്രം, ഓപ്ഷൻ ഡി കുറ്റകൃത്യ മനഃശാസ്ത്രം. അപ്പൊ ഇതിലെ പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ വിദ്യാഭ്യാസം എന്താണ്? പ്രയുക്തമാണ്. ചികിത്സാ മനഃശാസ്ത്രം പ്രയുക്ത മനഃശാസ്ത്രമാണ്. കുറ്റകൃത്യ മനഃശാസ്ത്രവും പ്രയുക്ത മനഃശാസ്ത്രമാണ്. അപ്പൊ ആൻസർ ഈസ് ബി ആണ്. അപസാമാന്യ മനഃശാസ്ത്രമാണ് ആൻസർ. അപ്പോൾ കേവല മനഃശാസ്ത്രത്തിൽ എന്തൊക്കെ വരുന്നുണ്ട്, അതുപോലെ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ ഏതൊക്കെ വരുന്നുണ്ട്, ഇത് കറക്റ്റ് പഠിക്കണം. ഓക്കെ, താങ്ക് യു.